അച്ഛാ, ഞാനിന്ന് ഇന്ദ്രേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. ഇന്ദ്രന്റെ വീട്ടിൽ എന്തിനാ മോളെ? ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ, എന്റെ കോളേജ് സർട്ടിഫിക്കറ്റും മോന്റെ ജനന സർട്ടിഫിക്കറ്റും ഒക്കെ അവിടെ ഉള്ളേന്ന്. ഞാൻ അതൊന്നും എടുക്കാൻ പോയതാ. ഇനിയും വൈകിയാ ചിലപ്പോ ആ സ്ത്രീ അതൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞാലോ. എന്നിട്ട് അതൊക്കെ എടുക്കാൻ നിന്നെ അവര് സമ്മതിച്ചോ? തുടക്കത്തിൽ ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടായി. പിന്നെ സത്യം മുൻകൈ എടുത്ത് എന്നെ വീട്ടിൽ കയറ്റി. അവിടെ വെച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ബാഗ് എന്റെ കണ്ണിൽ പെട്ടു. ഇതെന്റെ അച്ഛൻ ഉപയോഗിച്ചോണ്ടിരുന്ന ബാഗാണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? അത് തന്നെയാവും. പണ്ട് ഓരോന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊക്കെ ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണം. ഇല്ല, അച്ഛന്റെ ബാഗ് ഞാൻ ഇതുവരെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല, ഇതുപോലൊരു ബാഗ് ഞങ്ങൾ ആരും ഉപയോഗിക്കാറുമില്ല. ഇത് അച്ഛൻ മാത്രം ഉപയോഗിക്കുന്ന ബാഗാ. ഇത് അച്ഛന്റെ ബാഗല്ലേ? അതെ, ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ കയ്യിൽ നിന്ന് ഒരുത്തൻ തട്ടിപ്പറിച്ചോണ്ടുപോയ ബാഗ് അത്. അതെ അതെ മോളെ, ഇത് ആ ബാഗ് തന്നെയാ, ഒരു സംശയമില്ല. ഇതെങ്ങനെ മോളെ അവിടെ വന്നേ? അറിയില്ല ചാ, അതിന് മാത്രം വ്യക്തമായിട്ട് ആർക്കും ഒരു ഉത്തരവില്ല. അച്ഛനെന്താ തോന്നി? ഞാനന്ന് ബാങ്കിൽ നിന്ന് പണവുമായിട്ടാണ് വരുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കണം എന്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയത്. എന്റെ ഭാഗ്യത്തിനോ അതോ അവരുടെ നിർഭാഗ്യത്തിനോ അപ്പൊ ഈ ബാഗിൽ പണം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ബാഗ് ഇന്ദ്രന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്ഥിതിക്ക് എന്റെ ബാഗ് തട്ടിപ്പറിച്ചവനുമായി ആ വീട്ടിൽ ആർക്കോ ബന്ധമുണ്ടെന്ന് വേണം നമ്മൾ കരുതാൻ. ചതിയുടെ ചിത്രങ്ങൾ ഓരോന്നോരോന്നായി തെളിഞ്ഞു വരിക. ഈ വീട് വാങ്ങാനുള്ള പണവുമായി ഞാൻ അവിടെ എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ആരോ ഒരാളായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് അപ്പോഴെനിക്ക് സംശയം ഉണ്ടായിരുന്നു. മുളനു, ഇപ്പൊ അച്ഛൻ ഉറപ്പായി, ഒന്നുകിൽ ഇന്ദ്രൻ അല്ലെങ്കിൽ സുശീല, അതുമല്ലെങ്കിൽ അമ്മയും മോനും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്ത പദ്ധതി. എന്തായാലും നമ്മളിത് കണ്ടുപിടിക്കാനോ കണ്ടുപിടിച്ചേ തീരൂ.